ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് റെഫറൻസസ് ടാബിലെ സൈറ്റേഷൻസ് ആൻഡ് ബിബ്ലിയോഗ്രാഫി എന്ന ഗ്രൂപ്പിലെ കമാൻഡ്സ് നോക്കാം. പെട്ടെന്ന് നോക്കുമ്പോൾ ഈ ഗ്രൂപ്പിലെ കമാൻഡ്സ് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളതായി തോന്നും. എന്നാൽ നമ്മളൊരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇത് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലെന്നും ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണിതെന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഗ്രൂപ്പിലെ കമാൻഡ്സ് വളരെയധികം പ്രയോജനപ്പെടുന്നത് നമ്മളൊരു ബുക്കോ റിപ്പോർട്ടോ തീസീസോ ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ്. ഉദാഹരണമായി ഇത് പ്ലാൻസിനെ കുറിച്ചുള്ള തീസീസ് ആണെങ്കിൽ ഈ ഡോക്യുമെൻറ്റിൻ്റെ പല പേജസിലും മറ്റു പല ബുക്സിൽ നിന്നും ജേർണൽസിൽ നിന്നും പീരിയോഡിക്കൽസിൽ നിന്നുമുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അങ്ങനെ മെൻഷൻ ചെയ്യുമ്പോൾ അത് ഏത് ബുക്കിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് ജേർണലിൽ നിന്നാണ് എടുത്തിരിക്കുന്നതെന്ന് ഈ ഗ്രൂപ്പിലെ കമാൻഡ്സ് ഉപയോഗിച്ച് വളരെ വേഗത്തിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഗ്രൂപ്പ് നമുക്ക് ഒരു ലൈബ്രറി പോലെ സങ്കല്പിക്കാം. നമ്മുടെ ഡോക്യുമെൻറ്റിനകത്ത് ഇതേപോലെ മറ്റ് ഏതെല്ലാം സോഴ്സസിൽ നിന്നാണോ കാര്യങ്ങൾ മെൻഷൻ ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ സൈറ്റ് ചെയ്യേണ്ടി വരുന്നത് അതെല്ലാം ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നീട് ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നിന്നും ഇൻസേർട്ട് ചെയ്താൽ മതിയാകും. അതല്ലെങ്കിൽ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ നമുക്ക് ഇതിനകത്ത് പുതിയ സോഴ്സ് ആഡ് ചെയ്ത് ഇൻസേർട്ട് ചെയ്യുകയും ചെയ്യാം. നമ്മളിവിടെ ഇതേപോലെ കൊടുക്കുന്ന ഇൻഫർമേഷൻസ്, അതായത് ബുക്കിൻ്റെ പേര്, ഓതറിൻ്റെ പേര് അല്ലെങ്കിൽ ജേർണലിൻ്റെ പേര്, ഇതെല്ലാം ഇവിടെ സ്റ്റോർ ആയിരിക്കും. അതിനകത്ത് പിന്നീട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. ഇപ്പോൾ ഈ സെക്കൻഡ് പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ മറ്റൊരു ബുക്കിൽ നിന്നാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപേ ഞാൻ അങ്ങനെയൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് അങ്ങനെ കൊടുക്കാനായി പോകുന്നത്. ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഇൻസേർട്ട് സൈറ്റേഷൻ സെലക്ട് ചെയ്യുക. ആഡ് ന്യൂ സോഴ്സ് സെലക്ട് ചെയ്യുക. ഇവിടെ ടൈപ്പ് ഓഫ് സോഴ്സ് കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. ഈ ആരോയിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ താഴോട്ട് വേറെയും ഓപ്ഷൻസ് ഉണ്ട്. ജേർണൽ ആർട്ടിക്കിൾ ഇൻ എ പീരിയോഡിക്കൽ, അതായത് നമ്മളിത് എടുക്കുന്നത് എവിടെ നിന്നാണോ അതാണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. വെബ്സൈറ്റിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ വെബ്സൈറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ബുക്കാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഇവിടെ ഓതറിൻ്റെ പേര് കൊടുക്കാം. ഞാനിപ്പോൾ ഉദാഹരണമായി ഒരു പേര് കൊടുക്കുകയാണ്. ഇവിടെ ടൈറ്റിൽ കൊടുക്കാം. ടൈറ്റിൽ ആ ബുക്കിൻ്റെ ടൈറ്റിലാണ്. എവിടെ നിന്നാണോ ഞാൻ ഇൻഫർമേഷൻ എടുത്തത് ആ ബുക്കിൻ്റെ ടൈറ്റിൽ. ഇയർ, സിറ്റി, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ പബ്ലിഷർ, ഈ ബുക്ക് പബ്ലിഷ് ചെയ്ത പബ്ലിഷറുടെ പേരാണ് ഇവിടെ കൊടുക്കുന്നത്. നമുക്കറിയാമെങ്കിൽ അതും കൊടുക്കാവുന്നതാണ്. പിന്നീട് ഓക്കെ കൊടുക്കുക. കഴ്സർ ഇവിടെയാണ് നിന്നത്. ഓതറിൻ്റെ പേരാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ സ്റ്റൈല്, അതായത് ഈ പേര് വന്ന സ്റ്റൈലിനെ നമുക്ക് മാറ്റി കൊടുക്കാം. ഇവിടെ നമുക്ക് നമ്പറാണ് വേണ്ടതെങ്കിൽ സ്റ്റൈല് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇത് APA എന്ന സ്റ്റൈലാണ് കിടക്കുന്നത്. ന്യൂമറിക്കൽ റെഫറൻസ് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ 1 എന്ന് വരും. അതായത് ഇത് ആദ്യത്തെ റെഫറൻസ് ആണ്. ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ എഡിറ്റ് ചെയ്യാം. അതേപോലെ ഇവിടെ മറ്റൊരു സൈറ്റേഷനാണ് ഞാൻ കൊടുക്കാനായി പോകുന്നത്. ബിഗിനിങ്ങിലാണ് വേണ്ടതെങ്കിൽ ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് സൈറ്റേഷൻ സെലക്ട് ചെയ്യുക. നമ്മൾ നേരത്തെ കൊടുത്തത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻസേർട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ പുതിയതായിട്ടാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ആഡ് ന്യൂ സോഴ്സ് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് മറ്റൊരു സോഴ്സ് കൊടുക്കാം. ആർട്ടിക്കിൾ ഇൻ എ പീരിയോഡിക്കൽ സെലക്ട് ചെയ്യാം. ഇങ്ങനെ ഓരോന്നും ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഓപ്ഷൻസ് മാറും. ഇപ്പോൾ വെബ്സൈറ്റ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ വെബ്സൈറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഇപ്പോൾ ഇവിടെ ഓതറിൻ്റെ പേര് കൊടുക്കാം. പിന്നീട് ടൈറ്റിൽ കൊടുക്കാം. അത് കഴിഞ്ഞ് പീരിയോഡിക്കലിൻ്റെ ടൈറ്റിൽ, ഏത് പീരിയോഡിക്കലിൽ നിന്നാണോ നമ്മൾ ഈ കണ്ടൻറ് എടുത്തത് ആ പീരിയോഡിക്കലിൻ്റെ പേര് ഇവിടെ കൊടുക്കാം. അത് കഴിഞ്ഞ് ഓക്കെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ കഴ്സർ പൊസിഷനിൽ 2 എന്നുള്ള നമ്പർ വന്ന്, കാരണം ഇവിടെ സ്റ്റൈൽ നമ്മൾ ന്യൂമറിക്കൽ റെഫറൻസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു സ്റ്റൈൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതേ സ്റ്റൈൽ തന്നെ ഇവിടെയും ആപ്ലിക്കബിൾ ആകും. ഇപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇതേപോലെ ഓതറിൻ്റെ പേര് ഇവിടെ വരും. അതേപോലെ തന്നെ ഇവിടെയും ചേഞ്ച് ആയി. ഇനി ഈ സെൻറ്റൻസ് എടുത്തിരിക്കുന്നത് ഈ ഫസ്റ്റ് ബുക്കിൽ നിന്നാണെങ്കിൽ ഫസ്റ്റ് ബുക്കിൻ്റെ ഡീറ്റെയിൽസ് ഇനിയും കൊടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നമ്മളിവിടെ എവിടെയാണോ റെഫറൻസ് വേണ്ടത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് സൈറ്റേഷൻ സെലക്ട് ചെയ്യുക.
ഫസ്റ്റ് ബുക്കിൻ്റെ ഡീറ്റെയിൽസിൽ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ 1 എന്ന് വന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. നമ്മളിവിടെ ഒരു ലൈബ്രറി പോലെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ഡോക്യുമെൻറ്റിൻ്റെ ഏതൊരു ഭാഗത്തും നമുക്കിവിടെ നിന്നും ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ മറ്റൊരു ഓപ്ഷനുണ്ട്, ആഡ് ന്യൂ പ്ലേസ് ഹോൾഡർ. ഇപ്പോൾ നമുക്ക് ഈ 2 കേസിലും ഈ ഓതറിൻ്റെ പേരും ഇയർ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് അറിയാമായിരുന്നു. എന്നാൽ ചില കേസസിൽ നമുക്ക് ചില സൈറ്റേഷൻസ് ഏതെങ്കിലും ബുക്കിലോ ജേണലിലോ ഒക്കെയുള്ള സൈറ്റേഷൻസ് നമുക്ക് ഓർമ്മ കാണും, അല്ലെങ്കിൽ മറ്റാരിൽ നിന്നെങ്കിലും ലഭിച്ച അറിവായിരിക്കും. എന്നാൽ അത് ഏത് ബുക്കിൽ നിന്നാണോ അല്ലെങ്കിൽ അതിൻ്റെ ഓതർ ആരാണെന്നോ ജേണൽ നെയിം ഏതാണെന്നോ ഒന്നും ചിലപ്പോൾ നമുക്ക് അന്നേരം അറിയില്ലായിരിക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആഡ് ന്യൂ പ്ലേസ് ഹോൾഡർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്കവിടെ പിന്നീട് ഈ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനായിട്ട് ഒരു പ്ലേസ് റിസർവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ ഈ പാരഗ്രാഫ് അതേപോലെ ഒരു ബുക്കിൽ നിന്ന് എടുത്തതാണ്. ആ ബുക്കിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലെങ്കിൽ ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസേർട്ട് സൈറ്റേഷൻ സെലക്ട് ചെയ്ത് ആഡ് ന്യൂ പ്ലേസ് ഹോൾഡർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ പ്ലേസ് ഹോൾഡർ 1 എന്ന് കൊടുത്തിരിക്കുകയാണ്. ഈ പേര് നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. അത് കഴിഞ്ഞ് ഓക്കെയിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നമ്മൾ ഈ ബുക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ജേണലിലെ ഇൻഫർമേഷൻ ആണെങ്കിൽ ആ ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയ ശേഷം ഇവിടെ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഈ ആരോയിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് സോഴ്സ് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ കൊടുക്കാവുന്നതാണ്. ഇതൊരു വെബ്സൈറ്റിൽ നിന്നും ഉള്ള ഇൻഫർമേഷൻ ആണെങ്കിൽ വെബ്സൈറ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ ആ വെബ് പേജിൻ്റെ പേര് കൊടുക്കാം, വെബ്സൈറ്റിൻ്റെ പേര് നമുക്കിവിടെ കൊടുക്കാം. അതുപോലെ താഴോട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് കൊടുക്കാം, ഓതറിൻ്റെ പേര് കൊടുക്കാം. അത് കഴിഞ്ഞ് ഓക്കെയിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലേസ് ഹോൾഡർ 1 എന്നുള്ളത് മാറി നമ്മളിപ്പോൾ കൊടുത്ത ഇൻഫർമേഷൻ ഇതേപോലെ ഇവിടെയും വരും. അടുത്തത് മാനേജ് സോഴ്സസ് ആണ്. ഈ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമുക്കറിയാം നമ്മൾ ഏതൊക്കെ ജേണലിൽ നിന്ന് അല്ലെങ്കിൽ ഏതൊക്കെ ബുക്സിൽ നിന്നും ഏതൊക്കെ റിപ്പോർട്ട്സിൽ നിന്നുമാണോ കണ്ടൻസ് നമ്മുടെ ഡോക്യുമെൻറ്റിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതെല്ലാം നമ്മൾ ആദ്യമേ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ വരും. ഇപ്പോൾ നമ്മൾ ഈ കൊടുത്തതെല്ലാം ഈ ഡോക്യുമെൻറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ കൊടുത്തതാണ്. അതുകൊണ്ടാണ് മാസ്റ്റർ ലിസ്റ്റിലുള്ളതെല്ലാം ഇവിടെയും കാണിക്കുന്നത് കറണ്ട് ലിസ്റ്റിൽ. എന്നാൽ പ്ലേസ് ഹോൾഡർ സെലക്ട് ചെയ്തിട്ട് പിന്നീട് ഡീറ്റെയിൽസ് കൊടുത്തതാണ് ഈ തേർഡ് വൺ. അത് പക്ഷേ ഇവിടെ വന്നിട്ടില്ല. അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇടാവുന്നതാണ്. ഇത് സെലക്ട് ചെയ്യുക, കോപ്പി കമാൻഡ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ആ ഡീറ്റെയിൽസ് മാസ്റ്റർ ലിസ്റ്റിലോട്ട് വന്നു. അതുപോലെ ഈ മാസ്റ്റർ ലിസ്റ്റിലുള്ളതും കറണ്ട് ലിസ്റ്റിലുള്ളതും ഡിലീറ്റും ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്യുക, പിന്നീട് ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിലേതെങ്കിലും എഡിറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതും നമുക്കിത് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിൻഡോ ഓപ്പൺ ആകും. ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്നും ആഡ് ന്യൂ സോഴ്സ് കൊടുത്തതുപോലെ പുതിയ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും ഇവിടെയും ഓപ്ഷനുണ്ട്. ന്യൂ സെലക്ട് ചെയ്യുക. ഇവിടെ നിന്നും നമുക്ക് പുതുതായിട്ട് ഇൻഫർമേഷൻസ് കൊടുത്തു തുടങ്ങാം. ഇവിടെ ആഡ് ന്യൂ സോഴ്സ് കൊടുത്തപ്പോൾ ഓപ്പണായ അതേ വിൻഡോ ആണ് ഓപ്പൺ ആയിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഡീറ്റെയിൽസ് ഇവിടെയും കൊടുക്കാം. പിന്നീട് ഇവിടെ സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സോർട്ട് ബൈ ഓതർ, സോർട്ട് ബൈ ടാഗ്, ടൈറ്റിലൊക്കെ നമ്മൾ ഏതാണോ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ആ രീതിയിലായിരിക്കും ഇവിടെ സോർട്ട് ചെയ്ത് വരുന്നത്. ടാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇവിടെ താഴെ ടാഗ് നെയിം എന്ന് കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഓപ്ഷൻസ് ഒക്കെയാണ് മാനേജ് സോഴ്സസ് എന്നുള്ള ഈ കമാൻഡിൽ ലഭിക്കുന്നത്. ഇനി അടുത്തത് ബിബ്ലിയോഗ്രാഫിയാണ്. നമ്മളിങ്ങനെ തയ്യാറാക്കുന്ന ഡോക്യുമെൻറ്റിൽ ഇതേപോലെ ഒരുപാട് സൈറ്റേഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ഡോക്യുമെൻ്റ് എല്ലാം പ്രിപ്പയർ ചെയ്ത ശേഷം ഈ സൈറ്റേഷൻസിൻ്റെ ഒരു ലിസ്റ്റ് കൊടുക്കാവുന്നതാണ്. അതിനായി ഈ ലാസ്റ്റ് പേജിന് ശേഷം ഒരു പുതിയ പേജ് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ലാസ്റ്റ് പേജിൽ തന്നെ കൊടുക്കാവുന്നതാണ്. എവിടെയാണോ ലിസ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് ബിബ്ലിയോഗ്രാഫി സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ബിബ്ലിയോഗ്രാഫി സെലക്ട് ചെയ്താൽ ഇതേപോലെ വരും. റെഫറൻസസ് സെലക്ട് ചെയ്താൽ ഇതേപോലെ റെഫറൻസസ് എന്ന് എഴുതിയിട്ടായിരിക്കും വരുന്നത്. വർക്ക് സൈറ്റഡ് സെലക്ട് ചെയ്താൽ ഇതേപോലെ നമ്മളിവിടെ കൊടുത്തതൊക്കെ വരും. ഏറ്റവും താഴെയുള്ള ഇൻസേർട്ട് ബിബ്ലിയോഗ്രാഫി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ബിബ്ലിയോഗ്രാഫി എന്നോ റെഫറൻസസ് എന്നോ വർക്ക് സൈറ്റഡ് എന്നോ ഉള്ള ആ ഒരു ടൈറ്റിൽ ഇല്ലാതെ നമ്മൾ കൊടുത്തതൊക്കെ ഇതേപോലെ വരും. ഇങ്ങനെ വരുന്നത് നമുക്ക് സെലക്ട് ചെയ്ത ശേഷം ബിബ്ലിയോഗ്രാഫി സെലക്ട് ചെയ്ത് സേവ് സെലക്ഷൻ ടു ബിബ്ലിയോഗ്രാഫി ഗാലറി കൊടുത്താൽ നേരത്തെ നമ്മൾ ബിൽറ്റിനായി കണ്ടതുപോലെ റെഫറൻസസ്, വർക്ക് സൈറ്റഡ് എന്നതുപോലെ ഒരു ഗാലറി നമുക്ക് ക്രിയേറ്റ് ചെയ്തിടാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ഓതേഴ്സിൻ്റെ പേരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ ഇവിടെ കാറ്റഗറി ജനറൽ ആണ്. അതായത് നേരത്തെ ബിൽറ്റിൻ ആയിട്ടുള്ളതിൽ നമ്മൾ കണ്ടത് വർക്ക് സൈറ്റഡ്, റെഫറൻസസ് എന്നൊക്കെയാണ്. അവിടെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് വരുന്നത്.
ഇവിടെ ക്ലിക്ക് ചെയ്താൽ ക്രിയേറ്റ് ന്യൂ കാറ്റഗറി കൊടുത്താൽ പുതിയൊരു പേര് നമുക്ക് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് സ്വന്തമായിട്ടും ക്രിയേറ്റ് ചെയ്തിടാം. അടുത്തത് ചേഞ്ച് പ്രൊവൈഡറാണ്. ഇവിടെ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമെങ്കിൽ ഇവിടെ നിന്നും സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇനിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.